KCയുടെ ചിത്രം. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കുഞ്ഞുഞ്ഞിന് ശേഷം KC, കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി, ദ റിയൽ ലീഡർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. KC വേണുഗോപാൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ ചിത്രം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഏതായാലും UDFന്റെ വലിയ വിജയത്തിന് ശേഷം കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. അതിൽ KC വേണുഗോപാലിന്റെ പേരുണ്ട്, VD സതീശന്റെ പേരുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്. ഏതായാലും നിലവിൽ സംസ്ഥാനത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത കേന്ദ്ര നേതൃത്വത്തിൽ നിൽക്കുന്ന പാർലമെന്റ് അംഗം കൂടിയായ KC സംസ്ഥാന മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം, ഒരു ചർച്ച. അപ്പോൾ KCയുടെ ഇന്ന് രാവിലെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഈ രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതുപോലെ സംസ്ഥാനത്തെ എമ്പാടും KC വേണുഗോപാലിന്റെ ചിത്രമുണ്ട്. മാത്രമല്ല, കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന വാചകം വെക്കുമ്പോൾ ഈ ബോർഡ് വെച്ചവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ പിന്തുണയിൽ ഉണ്ടായിരുന്ന A ഗ്രൂപ്പ് MLA മാരുടെ കൂടി പിന്തുണ KCക്കൊപ്പം നിർത്തുക എന്നുള്ളത്. ഇത് KCയിൽ അവശേഷിക്കുന്നില്ല. VD സതീശന്റെ ഫ്ലെക്സ് ബോർഡുകളും ഇന്ന് എറണാകുളത്തെമ്പാടും ഉയർന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുമുണ്ട് ഈ ഫ്ലെക്സ് മത്സരത്തിൽ. കോഴിക്കോടാണ് ഇന്ന് പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെടുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഈ ഫ്ലെക്സ് ഒന്നും വെച്ചത് ഞാനല്ല എന്നാണ് KCയുടെ അവകാശവാദം. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അല്ലാതെ മറ്റേതെങ്കിലും പ്രചരണത്തിന്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, അത് എൻ്റെ ആയാലും ആരുടെയായാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. ഏതായാലും KC അത് നിരാകരിക്കുമ്പോഴും തൊട്ടപ്പുറത്തെ കന്റോൺമെന്റ് ഗേറ്റ് വഴി കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറിൽ അകത്തേക്ക് പോകുന്നത് KC ആണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. അതിന്റെ ചർച്ചകൾ തുടരുകയാണ്. വിശ്വാസത്തിൽ KC ക്യാമ്പ് 26 പേർ പിന്തുണയ്ക്കുമെന്ന വിശ്വാസത്തിൽ VD പക്ഷവും ഉമ്മൻചാണ്ടിക്കായി സ്വയം മാറിക്കൊടുത്തത് ഓർമ്മിപ്പിച്ച് രമേശ് ചെന്നിത്തല. ഞാനും മത്സരിച്ചു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടി വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ തന്നെ സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ മത്സരരംഗത്തില്ല, ഉമ്മൻചാണ്ടി എൻ്റെ സീനിയർ ആണ്, അതുകൊണ്ട് അദ്ദേഹം ആവട്ടെ. ഞാൻ മത്സരത്തിന് പോലും പോയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രപ്പോസ് ചെയ്തു.